unpleasant emotion caused by the threat of danger, pain or harm. അപകടം, വേദന അല്ലെങ്കിൽ ദോഷം എന്നിവയുടെ ഭീഷണി മൂലമുണ്ടാകുന്ന അസുഖകരമായ വികാരത്തെയാണ് ഫിയർ അഥവാ ഭയമെന്ന് പറയുന്നത്. ഭയം ഒരുവനിൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നഷ്ടപ്പെടുന്നു. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ശ്രദ്ധ കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഭയം ഒരുവനെ കൊണ്ടെത്തിക്കുന്നു. തിരുവചനം പറയുന്നത് ഭയം ഒരു ആത്മാവാണ്. ഈ ആത്മാവ് ഒരുവനിൽ കടന്നു കയറുമ്പോൾ അതവനെ ദുർബലനാക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും ഭയപ്പാടോടുകൂടി ഇരിക്കുന്നവരെ നാം സമൂഹത്തിൽ കാണുന്നു. പൊതുവെ അടിസ്ഥാനപരമായ 3 ഭയങ്ങളാണ് മനുഷ്യരെ വേട്ടയാടുന്നത്. 1, ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം. 2, ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം. 3, ഫിയർ ഓഫ് ഫെയിലുവർ, പരാജയ ഭയം. ഇതിലേതെങ്കിലും ഒരു ഭയത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരോ കീഴ്പ്പെടുവാൻ സാധ്യതയുള്ളവരോ ആകാം നമ്മിൽ പലരും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ പകർന്നിരിക്കുന്നത് ഏതാത്മാവല്ല എന്നും ഏതാത്മാവാണ് എന്നുമുള്ള ബോധം ആദ്യം തന്നെ നമുക്കുണ്ടാകണം. തിരുവചനം പറയുന്നു, തീമോഥെയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഭയം നമ്മിലുണ്ടാകുമ്പോൾ ഇതൊരാത്മാവാണെന്നും ഇത് ദൈവത്തിൽ നിന്നല്ല വന്നിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാകട്ടെ. ഓരോ തവണയും നാം അത് തിരിച്ചറിയുമ്പോൾ നാം ഭയത്തിന് വഴങ്ങാനുള്ള സാധ്യത കുറവാണ്. ഭയത്തിൻ്റെ സ്ഥാനത്ത് ദൈവം നമുക്കോരോരുത്തർക്കും നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ 3 പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. 1, സ്പിരിറ്റ് ഓഫ് പവർ, ശക്തിയുടെ ആത്മാവ്. ഈ ശക്തി പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് കൊരിന്തിയിലെ വിശ്വാസികളോട് ചോദിക്കുന്നുണ്ട്. ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഒരു ക്രിസ്തു വിശ്വാസിക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നവനായ ഒരു ക്രിസ്തു ഉണ്ട് എന്നും അവിടുന്ന് സകലത്തിനും മതിയായവനാണെന്നും ഈ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മിൽ നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ 2-ാമത്തെ പ്രത്യേകത സ്പിരിറ്റ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്. ദൈവം നമ്മെ നിരൂപാധികമായി സ്നേഹിക്കുന്നുവെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയൂ. ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകുന്നുവെങ്കിൽ തിരുവചനം പറയുന്നു, യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. നമ്മൾ നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ 3-ാമത്തെ പ്രത്യേകതയത്രേ സ്പിരിറ്റ് ഓഫ് എ സൗണ്ട് മൈൻഡ്, സുബോധത്തിൻ്റെ ആത്മാവ്. ഈ ആത്മാവാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുവാൻ സഹായിക്കുന്നത്. ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ പിന്നെ നാം എന്തിന് ഭീരുത്വത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെടണം? നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മശക്തിയാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനോട് നമുക്കിന്ന് ഇങ്ങനെ പറയാം, ഭീരുത്വത്തിൻ്റെ ആത്മാവേ, നിനക്കിനി എൻ്റെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുകയില്ല. കാരണം എന്നെ ഭരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. Have a blessed day.